കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ഒന്നാട്ടെ ഈ അങ്കമാലി മാങ്ങാക്കറി. വളരെ യാദൃശികമായി ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ ഞാൻ ഈ കറിയെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്നാൽ പിന്നെ ഇന്നൊന്ന് ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന് നല്ല അങ്കമാലി മാങ്ങാക്കറിയും വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയും അതുപോലെ തന്നെ മീൻ വറുത്തതും ആട്ടോ. അപ്പം നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാം. ഒരു ചട്ടിയിലോട്ട് കുറച്ച് സവോള, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് കരിയാപ്പല എന്നിവ ചേർത്ത് കൊടുക്കണം. കൂടെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ എന്നിവ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമിയെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. മാങ്ങാക്കറി ആവുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. പാനൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ സവോളയും വെളുത്തുള്ളിയും കരിയാപ്പലയും അതുപോലെ നമ്മുടെ വറ്റൽമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഇനി എന്താ നമ്മുടെ മാങ്ങയുടെ അവസ്ഥയെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം നല്ലപോലെ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാൻ എന്ത് കറി വെച്ചാലും ഞാൻ എപ്പോഴും കറിയുടെ ടേസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഉപ്പുണ്ടോ, മുളകുണ്ടോ, പുളിയുണ്ടോ എന്നൊക്കെ നോക്കി നോക്കി അവസാനം കറിയുടെ പകുതിയും തീർന്നിട്ടുണ്ടാവും. അവസാനം നമ്മൾ വെണ്ടയ്ക്കയിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് കടുക് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ശുഭം. അങ്ങനെ നമ്മുടെ നല്ല കുറുകിയ മാങ്ങാക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മീൻ വറുക്കാം. മുറ്റത്ത് നിറയെ കരിയാപ്പല നിപ്പുള്ളത് കൊണ്ട് ഒരു കറിയിൽ ഞാൻ കരിയാപ്പല ഇടുന്നതിൽ പിശുക്ക് കാണിക്കാറില്ല. അതുകൊണ്ട് മീൻ വറുക്കാനും ഞാൻ 2 കരിയാപ്പല എടുത്തിട്ടുണ്ട്. ചുമ്മാ ഒരു ഭംഗിക്ക് ഇരിക്കട്ടേന്നേ. അങ്ങനെ നമ്മുടെ മീനൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം. ഇന്ന് കുറച്ച് അധികം പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ. പാത്രം കഴുകുന്നത് അധികം ഇഷ്ടമില്ലാത്ത പരിപാടിയാണെങ്കിൽ പോലും കഴുകിത്തരാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടും ഇനി അഥവാ സഹായത്തിന് വിളിച്ചാൽ അത് ഇരട്ടിപ്പണിയായിട്ട് തിരിച്ചു തരുന്ന ഒരാളുള്ളത് കൊണ്ടും ഞാൻ തന്നെ കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട്. മീനെല്ലാം ഓരോ സൈഡ് ഞാൻ മറിച്ചിടുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ മീൻ മറിച്ചിട്ടാലും എൻ്റെ മീനെല്ലാം ഇതുപോലെ പൊട്ടിപ്പോവാറുണ്ട്. ഇനി ഏത് കാലത്ത് മീൻ വറുക്കാൻ പഠിക്കുവോ എന്തോ. പണിയെല്ലാം കഴിഞ്ഞ് വന്നൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം കുടിക്കാമെന്ന് വെച്ചാൽ ഈ കുരുപ്പ് അതിനും സമ്മതിക്കില്ല. ഞാനെടുത്ത നാരങ്ങാവെള്ളത്തിൻ്റെ 3/4 ഗ്ലാസ്സും അവൾ തന്നെ കുടിച്ചു. ഇതിപ്പോൾ വന്ന് ഇവളെ കാണാതെ ഒളിച്ചും പാത്തും കഴിക്കേണ്ട അവസ്ഥയായി. എങ്ങനെയൊക്കെയോ ഞാനത് പിടിച്ചു മേടിച്ചു. അതിൽ കുറച്ച് നാരങ്ങാവെള്ളം ഉണ്ടായിരുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് കുടിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ ഇനി അതും കിട്ടില്ല. ഇച്ചിരിയും കൂടി താന്നാട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ആ ഗ്ലാസ് അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തുണ്ടായിരുന്ന അവസാന തുള്ളി അവൾ തന്നെ കുടിച്ചു. എന്നിട്ട് ആ ഗ്ലാസ് കൊണ്ട് അവൾ പോയി.